പ്രിയപ്പെട്ട കൂട്ടുകാരെ, വളരെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഞാൻ കഴിഞ്ഞ ഏപ്രിൽ മാസം നമ്മുടെ പരിപാവനമായ രാമേശ്വരം ക്ഷേത്രത്തിലേക്ക് ഒരു യാത്ര പോയിരുന്നു. ആ യാത്രയിൽ കണ്ട വളരെയധികം നമ്മെ വിസ്മയിപ്പിക്കുന്ന കാഴ്ചകളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. മേഘപാളികൾക്കിടയിലൂടെ ഉദിച്ചു പോകുന്ന സൂര്യൻ്റെ പ്രഭാകിരണങ്ങൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ആ മനോഹരമായ കാഴ്ചയുടെ വിവിധ ഘട്ടങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബംഗാൾ ഉൾക്കടലിലേക്ക് സ്വർണ്ണപ്രഭ വിതറിക്കൊണ്ട് ബംഗാൾ ഉൾക്കടലിന് മുകളിലായി ഉദിച്ചുയരുന്ന സൂര്യഭഗവാനെയാണ്. ഭാരതത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നുമായി ഭഗവാനെ ദർശിക്കാനും പാപവിമുക്തിക്കായും എത്തിച്ചേർന്ന ഭക്തജനങ്ങളുടെ തിരക്കാണ് കാണുന്നത്. ശ്രീലങ്കയിലെ മാന്നാർ ദ്വീപിൽ നിന്നും ഏകദേശം 50 കിലോമീറ്റർ അകലെയായിട്ടുള്ള പാമ്പൻ ദ്വീപ്, അതായത് രാമേശ്വരം ദ്വീപ് എന്നും ഇതറിയപ്പെടുന്നു. ഉപദ്വീപായ ഇന്ത്യയുടെ അരികിലായ മാന്നാർ കടലിടുക്കിലായിട്ടാണ് രാമേശ്വരം സ്ഥിതി ചെയ്യുന്നത്. ലങ്കാപതിയായ രാവണനാൽ അപഹരിക്കപ്പെട്ട തൻ്റെ പത്നി സീതയെ മോചിപ്പിക്കുന്നതിനായി ശ്രീരാമൻ ഭാരതത്തിൽ നിന്നും ശ്രീലങ്കയിലേക്ക് പാലം നിർമ്മിച്ച സ്ഥലം. വാനരസേനയുടെ സഹായത്തോടെ ലങ്കയിലേക്ക് പണിത പാലം സേതുബന്ധനം എന്ന പേരിൽ രാമായണത്തിൽ പരാമർശിക്കുന്നു. ഭക്തർ കടൽക്കരയിലിരുന്നു കൊണ്ട് മണ്ണുകൊണ്ട് ശിവലിംഗം ഉണ്ടാക്കി പൂവ്, ചന്ദനത്തിരി, പഴം, പുഷ്പം എന്നിവ കൊണ്ട് പൂജ ചെയ്യുന്ന ദൃശ്യമാണിത്. രാവണ സംഹാരത്തിന് ശേഷം മടങ്ങിയെത്തിയ ശ്രീരാമനോട് രാവണനെ കൊന്ന ബ്രഹ്മഹത്യാദോഷം പരിഹരിക്കാനായി സീതാദേവിയോടും ലക്ഷ്മണനോടുമൊപ്പം ശിവലിംഗ പ്രതിഷ്ഠ നടത്തി മഹേശ്വര പ്രീതി ലഭിക്കാനായി മഹർഷികൾ നിർദ്ദേശിച്ചുവത്രേ. മുഹൂർത്തം കുറിച്ചതിന് ശേഷം ശിവലിംഗ പ്രതിഷ്ഠ കൊണ്ടുവരാൻ ഹനുമാൻ കൈലാസത്തിലേക്ക് പോയി. എന്നാൽ കൃത്യസമയത്ത് എത്തിച്ചേരാൻ കഴിയാത്തതിനാൽ സീതാദേവി തൻ്റെ കരങ്ങളാൽ മണലിൽ സൃഷ്ടിച്ച ലിംഗം മുഹൂർത്ത സമയത്ത് തന്നെ പ്രതിഷ്ഠിച്ച് പൂജാതിക്രിയകൾ ചെയ്തു. ശിവലിംഗവുമായി തിരിച്ചെത്തിയ ഹനുമാൻ ദുഃഖിതനായി കണ്ടതിനാൽ ഹനുമാനെ സ്വാന്തനിപ്പിക്കുന്നതിനായി ഹനുമാൻ കൊണ്ടുവന്ന ലിംഗം സമീപം തന്നെ പ്രതിഷ്ഠിച്ചു. ആദ്യം പൂജ ഈ വിഗ്രഹത്തിൽ തന്നെ ചെയ്യണമെന്നും ശ്രീരാമൻ കൽപ്പിച്ചു അത്രേ. രാമേശ്വരത്തെ അഗ്നിതീർത്ഥത്തിൽ കുളിച്ചതിന് ശേഷം ക്ഷേത്രത്തിനുള്ളിലെ 22 കിണറുകളുള്ള പുണ്യതീർത്ഥങ്ങളിലും കുളിച്ച് ശുദ്ധമായതിനു ശേഷമാണ് ക്ഷേത്ര ദർശനം നടത്തേണ്ടത്. വലിയ തിരക്കിൽപ്പെടാതെ ഞങ്ങൾക്ക് ക്ഷേത്ര ദർശനം നടത്താൻ ഭക്തന്മാർ അഗ്നിതീർത്ഥത്തിൽ മുങ്ങിക്കുളിക്കുന്ന കാഴ്ചയാണ് ഇത്. പാപങ്ങളെല്ലാം കഴുകിക്കളയുകയും പുതിയൊരു മനുഷ്യനായി പുറത്തു വരികയും ചെയ്യുന്ന ഈ പാവന പ്രവൃത്തി എന്തൊരു ഭക്തിയോടെയും ആരവത്തോടെയുമാണ് ഭക്തർ നിർവഹിക്കുന്നത്. രാമേശ്വരത്തെ തീർത്ഥയാത്രയ്ക്ക് ശേഷം പിറ്റേ ദിവസം ഞങ്ങൾ ധനുഷ്കോടിയിലേക്ക് പുറപ്പെട്ടു. ധനുഷ്കോടിയിലേക്കുള്ള വഴിയിൽ നമ്മളെ വിസ്മയിപ്പിക്കുന്ന 2 ക്ഷേത്രങ്ങൾ ഞങ്ങൾ സന്ദർശിക്കാനിടയായി. രാമേശ്വരം ടൗണിൽ നിന്ന് 13 കിലോമീറ്റർ ദൂരെയായി ധനുഷ്കോടിക്ക് പോകുന്ന വഴിയിലായി ഉള്ള ക്ഷേത്രങ്ങൾ ആണ് ഇവ. ഈ ക്ഷേത്രങ്ങൾക്ക് പല പ്രത്യേകതകളുമുണ്ട്. ഇതിൽ ഒന്നാമത്തേത് കോദണ്ഡരാമർ ക്ഷേത്രമാണ്. രാമചന്ദ്രസ്വാമി രാവണനെതിരായുള്ള യുദ്ധത്തിൽ വിജയിച്ചതിന് ശേഷം വിഭീഷണനെ ചക്രവർത്തിയായി വാഴിച്ചത് ഈ ക്ഷേത്രത്തിൽ വെച്ചാണ്. ഭീകരമായ കൊടുങ്കാറ്റിൽ ധനുഷ്കോടിയിലെ പല കെട്ടിടങ്ങളും നിലം പരിശായപ്പോൾ അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് വീഴാതെ നിന്ന ക്ഷേത്രമാണ് ഇത് എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. രാമനാഥസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് 2 കിലോമീറ്റർ ദൂരത്തായി സ്ഥിതി ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് രാമർപാദം ക്ഷേത്രം. ശ്രീരാമസ്വാമിയുടെ പാദമുദ്രകളാണിവ. ഈ സ്ഥലത്ത് വെച്ചാണ് ശ്രീലങ്കയിലേക്ക് സീതയെ
കണ്ടെടുക്കാൻ പോകുന്നതിന് മുൻപേ ശ്രീരാമസ്വാമി വിശ്രമിച്ചതും ലങ്കയിലേക്ക് കടക്കുന്നതിന് മുൻപേ കടലിനെ പറ്റിയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി പദ്ധതികൾക്ക് രൂപം കൊടുത്തതുമാണെന്നാണ് വിശ്വസിക്കുന്നത്. ഗന്ധമാദന പർവ്വതത്തിൽ സ്ഥിതി ചെയ്യുന്ന രാമർപാദം ടെമ്പിളിന് മുകളിൽ നിന്ന് നോക്കുമ്പോൾ വളരെയധികം സുന്ദരമായൊരു ദൃശ്യം നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അങ്ങകലെയായി വിശാലമായ കടൽ കാഴ്ച നിങ്ങൾക്ക് കാണാൻ കഴിയും. രാമപാദങ്ങൾ തൊഴുതതിന് ശേഷം നമ്മൾ അതിന് മുകളിലേക്ക് കയറി ചെന്നാൽ കാണുന്ന ദൃശ്യമാണിവ. ധാരാളം പടികൾ ചവിട്ടി വേണം അമ്പലത്തിന് മുകളിലേക്ക് എത്താൻ. അവിടെ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് വളരെയധികം നല്ല ദൃശ്യവും എല്ലാ ഭാഗത്തു നിന്നുള്ള കടൽക്കാറ്റും ഏൽക്കാം. കൂട്ടുകാരെ, രാമേശ്വരത്തേക്കുള്ള എൻ്റെ ഈ യാത്രയിൽ ഞാൻ കണ്ട കാഴ്ചകൾ ചേർത്തുകൊണ്ടുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്.